ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു തക്കാളിക്കറി തയ്യാറാക്കാം. ദോശയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ തക്കാളിക്കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. സാധാരണ ജീരകം, ചെറിയ ജീരകമാണ്, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ കായം ചേർത്ത് കൊടുക്കണം. സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 8-10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒന്നെടുത്താലും മതിയാവും. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, സാമ്പാർ പൗഡറാണ്, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തക്കാളിക്കറിക്ക് സാമ്പാർ പൗഡർ ഇതിലേക്ക് ചേർക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ റോ സ്മെൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്ന തക്കാളിയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നമുക്കിനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടാതെ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, കൂടുതലൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കുറുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും തക്കാളിക്കറിയുടെ റെസിപ്പിയൊക്കെ ഉണ്ട്. തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള തക്കാളിക്കറി റെസിപ്പിയുണ്ട്. അതുമാത്രമല്ല തക്കാളി ഫ്രൈയുടെ റെസിപ്പിയുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്